നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരം. ലൂസേഴ്സ് ഫൈനലിനൊന്നും വലിയ പ്രാധാന്യമില്ല. പക്ഷേ കിലിൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ രണ്ടുപേരും റെക്കോർഡിലേക്ക് കടന്നുപോയി. കളി 6-4 ഇംഗ്ലണ്ടാണ് ജയിച്ചത്, സമ്മതിക്കുന്നു. പക്ഷേ എംബാപ്പയുടെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം. അപ്പോൾ പെലെയെ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ മറികടന്നിരിക്കുകയാണ്. ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റ് കൊടുത്തതിൻ്റെ കാര്യത്തിൽ മറികടന്നിരിക്കുന്നു ഒലീസെ. അതുപോലെ എംബാപ്പെ ഒരു 3 വേൾഡ് കപ്പുകൾ കൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. എംബാപ്പയുടെ ഈ പോക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റിമാർക്കബിൾ കൺസിസ്റ്റൻസി പറയാൻ പറ്റില്ല. എംബാപ്പയുടെ ഒരു 3 വേൾഡ് കപ്പ്, നമ്മൾ 5-6 വേൾഡ് കപ്പ് കളിച്ചിട്ട് ഇതേപോലെ തന്നെ 12-15 ഈ വേൾഡ് കപ്പിൽ നമ്മളെന്താ പറയുക, മിറോസ്ലാവ് ക്ലോസ് ആയിരുന്നു 16 ഗോളിൽ. ഇതേപോലെ തന്നെ കരിയർ വേൾഡ് കപ്പിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി മെസ്സിയും എംബാപ്പയും മറികടന്നു. പക്ഷേ എംബാപ്പ മറികടന്നത് ഈ വെറും 3 വേൾഡ് കപ്പ് കൊണ്ടാണെന്നുള്ളതാണ്. പക്ഷേ അതാണ് നമ്മളിപ്പോൾ എന്താ പറയുക, പെലെ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെലെയുമായി ബന്ധപ്പെട്ടൊന്നും നമ്മൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ 14 മത്സരങ്ങളിൽ നിന്നാണ് 12 ഗോൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇഞ്ചുറി ആയിട്ട് പുറകെ പോയിട്ടുള്ള മത്സരങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 1962, 66 എന്ന് പറഞ്ഞ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും ആ ഒരു നമ്മൾ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എംബാപ്പയുടെ ഒരു സ്ട്രൈക്ക് 3 അതുപോലെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ 2018 നമ്മൾ 4 ഗോളുകൾ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ 8 ഗോളുകൾ, ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ 10. ഈ ഗോൾഡ് 10ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1970 ശേഷം ഒരു 10 അല്ലെങ്കിൽ അതിനോ മേലെ ഗോളുകൾ വന്നിട്ടില്ല. 1970 ശേഷം കുറെ കാലം 6 മാത്രമായിരുന്നു. 6 മാത്രമായി 6, 7, 8, 5, 4 ഒക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. 1974 ഗേർഡ് മുള്ളർ ഒരു 14 ഗോളുകൾ. അതാണ് ആക്ച്വലി എന്താ പറയുക, ഒരു ഗേർഡ് മുള്ളർ എന്ന് പറഞ്ഞെങ്കിൽ ആക്ച്വലി ഒരു 9 ഗോളുകൾ ഗേർഡ് മുള്ളർ ഒരു ടൂർണമെന്റിൽ 9 ടൂർണമെന്റ് ടോട്ടലാണ് കരിയർ. ഫോണ്ടെയിൻ ആണ് 1958 1958. അതിനു മുമ്പ് ഹംഗറിയുടെ നമ്മൾ ഒരു പ്ലെയർ ഉണ്ടാവും, മാജിക്കൽ പുഷ്കാസിന്റെ ടീമിലുണ്ടായിരുന്ന പ്ലെയർ 1954 11 ഗോൾ അടിച്ചിട്ടുണ്ട് ഒറ്റ കളിയിൽ. അപ്പൊ അതിനൊക്കെ ശേഷം പറയുന്ന ഒരു ഒറ്റ വേൾഡ് കപ്പിൽ 11. അതാണ് ആക്ച്വലി നമ്മൾ പറയുന്ന ഒരു സ്ട്രൈക്ക് റേറ്റ് പറയുകയാണെങ്കിൽ ഒറ്റ വേൾഡ് കപ്പ് പറയാനുണ്ടായിരുന്നത്. കാരണം അത് നമ്മൾ ഒരു ലൂസേഴ്സ് ഫൈനൽ അല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലിലൊന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ എംബാപ്പെ ലൂസേഴ്സ് ഫൈനലാണ് അടിച്ചിട്ടുള്ളത്. അതേപോലെ മറ്റുള്ള പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോണ്ടിന് അതേപോലെ തന്നെ ലൂസേഴ്സ് ഫൈനലിൽ ആണ് ആക്ച്വലി 2 ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള 4 ഗോളുകൾ ലൂസേഴ്സ് ഫൈനലിൽ അടിച്ചിട്ടുണ്ട്. 9+3 എന്നുള്ള 13 ഗോളുകളാണ് ജസ്റ്റ് ഫോണ്ടിന് അടിച്ചിട്ടുള്ളത്. അതൊരു റെക്കോർഡായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ എംബാപ്പയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമ്മളൊരു ആ സ്ഥിരത എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരിക്കലും എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനെ വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് എംബാപ്പെ വെറും 22 കളികളിൽ നിന്നാണ് ഈ 22 ഗോളുകൾ അടിച്ചിട്ടുള്ളത്. മെസ്സി 31 കളികളിൽ നിന്നാണ് 21 ഗോളുകളുള്ളത്. ക്ലോസെ 24 കളിയിൽ നിന്നായിരുന്നു 16 ഗോള്. റൊണാൾഡോ ഫിനോമിനോ 19 കളിയിൽ നിന്നാണ് 15 ഗോളുകൾ അടിച്ചത്. ഗ്രെഡ് മുള്ളർ സാറ് പറഞ്ഞ പോലെ 13 മത്സരങ്ങളിൽ നിന്നാണ് 14 ഗോളുകൾ അടിച്ചിട്ടുള്ളത്. അത് കളികളേക്കാൾ കൂടുതൽ ഗോളുകൾ വേൾഡ് കപ്പിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. എംബാപ്പെ പക്ഷേ കളിയും ഗോളും ഒപ്പത്തിനൊപ്പമാണ്. എംബാപ്പയ്ക്ക് ഇനിയും സമയം കിടപ്പാണ് അല്ലേ? പെലെയുടെ കാര്യത്തിൽ അദ്ദേഹം 14 കളി 12 ഗോൾ. എംബാപ്പയ്ക്ക് ഇപ്പം ഇനിയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 വേൾഡ് കപ്പുകളെങ്കിലും ആൾ കളിക്കും. ഇന്ന് മെസ്സി ഗോളടിച്ച് ഒരു പക്ഷെ മറികടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ഭാവിയിലേക്ക് പോകുമ്പോൾ ഇത് എംബാപ്പയുടെ സ്വന്തമാണ് റെക്കോർഡ്. യാതൊരു സംശയമില്ല. 27 വയസ്സിലാണ് എംബാപ്പെ ഉള്ളത്. പരിക്കൊന്നുമില്ലെങ്കിൽ, പരിക്കുകളില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 4 വർഷം അപ്പുറം നിൽക്കുന്ന ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ, ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ഒരു പ്ലെയറുടെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിനെ പ്രത്യേകം തോന്നുന്നു പ്രധാനപ്പെട്ട പ്ലെയേഴ്സിനൊന്നും കാര്യമായിട്ട് പരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഓരോ ടൂർണമെന്റിലേക്ക് വരുമ്പോഴും പ്രധാനപ്പെട്ട ഏതെങ്കിലും കളിക്കാരനൊക്കെ പരിക്കൊണ്ടൊക്കെ പുറത്തുണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഡ്വാൻസ്മെന്റ് ഒക്കെ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ ഒരു മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചൊരു കോൺഷ്യസ് ആണ്. കളിയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി നമ്മൾ ആ രീതിയിലൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടാണ് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ എനിവേ നമ്മൾ
എംബാപ്പയുടെ മുന്നിൽ ഇനിയും വർഷങ്ങൾ കിടക്കുന്നുണ്ട്. 27-ാം വയസ്സാണ്. നമ്മളിപ്പോൾ മറഡോണ പീക്കിലെത്തി 26-ാം വയസ്സാണ്. മെസ്സി നമ്മൾ 2014 പീക്കിലെത്തുന്ന പ്രതീക്ഷപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഞാനൊക്കെ മനസ്സിലുണ്ടായിരുന്നു 2014 മെസ്സി 26, 27, മറഡോണ 26, 27 വയസ്സ്. ആ ടൈമിലൊക്കെ നമ്മൾ പ്ലേയേഴ്സൊക്കെ വളരെ പീക്കിലെത്തുന്ന ഒരു ടൈം. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു അർജൻറ്റീന അന്ന് തോറ്റു 2014. എംബാപ്പയുടെ ഒരു ടൈം ആക്ച്വലി എന്ന് പറയാം ഒരു സെമി ഫൈനലിൽ ഏറ്റവും മികച്ചൊരു ടീമായിട്ട് സ്ക്വാഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ആക്രമണ നിരക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സ്പെയിനിൻ്റെ തോറ്റു എന്നുള്ളതാണ്. പക്ഷെ സമയമുണ്ട് അടുത്ത വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വേൾഡ് ചാമ്പ്യനാണ് 2018. അതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി കിരീടമൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടുന്നതൊക്കെ ബോണസ്. അങ്ങനെയുള്ളവിടെ പലരും പറയും ഞങ്ങൾക്ക് ഓൾറെഡി കപ്പുണ്ട്, ഇനി വളരെ റിലാക്സ് ചെയ്താണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എംബാപ്പയ്ക്ക് ഇനി കരിയർ മുഴുവനും ആ അർത്ഥത്തിൽ റിലാക്സ് ചെയ്യാം. പക്ഷേ ഇത് ഒരു മഹാസംഭവമാണ്. പലരും കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പം ജയിച്ചത് അർജൻറ്റീനയാണെങ്കിലും മനം കവർന്നത് എംബാപ്പയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെ പറഞ്ഞിരുന്നു. എംബാപ്പ മനം കവരുക മാത്രമല്ല ഗോൾ വല കുലുക്കുകയും ചെയ്യുന്നുണ്ട്. തുടരെ എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇനി ഇന്നത്തെ കളിയിൽ മെസ്സി ഗോളടിച്ചാൽ ഒരു ഗോൾ പോരാ. ഒരു ഗോൾ അടിച്ചാൽ ശരി ഈ ഒരു റെക്കോർഡിനൊപ്പം എത്തും. 2 ഗോൾ അടിച്ചാൽ റെക്കോർഡ് മെസ്സി മറികടക്കും. 2 ഗോൾ മെസ്സി അടിച്ചാൽ ഗോൾഡൻ ബൂട്ടിന് 10 ഗോൾ ഒപ്പത്തിനൊപ്പം ആയിരിക്കും. പക്ഷെ അപ്പോൾ അസിസ്റ്റ് 2 പേരും ഇപ്പം ഒപ്പത്തിനൊപ്പം ആയതുകൊണ്ട് ഏറ്റവും ഫ്യൂവസ്റ്റ് മിനിറ്റ്സ് ആരാ കളിച്ച് നോക്കിയാൽ എംബാപ്പയ്ക്കായിരിക്കും അത് കിട്ടുക. അപ്പോൾ മെസ്സിക്ക് ഇത് കിട്ടണമെങ്കിൽ, ഗോൾഡൻ ബൂട്ട് കിട്ടണമെങ്കിൽ 3 ഗോൾ അടിക്കണം. 3 ഗോൾ അടിച്ചാൽ ഈ റെക്കോർഡും സ്വന്തമാവും. ഒന്നുകിൽ ഹാട്രിക് അടിക്കണം, അല്ലെങ്കിൽ 2 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കണം. മെസ്സി ഗോൾഡൻ ബൂട്ട് നേടും. ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കിക്കൊണ്ടൊരു 4 വർഷത്തേക്കെങ്കിലും സ്വന്തം പേരിലാക്കും എന്ന് കരുതുന്നുണ്ടോ? സ്പെയിനാണ് കളികൾ. സ്പെയിൻ്റെ വിഷയം നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഗോൾ വലയ്ക്ക് മുന്നിലേ ഇപ്പോൾ ഉനൈ സിമോണിന്റെ അധികം പെർഫോമൻസ് ഒന്നും സേവിങ്സും നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താണ്, ഡിഫൻസിന്റെ മികവാണ്. അവിടെ നമ്മളൊരു XG റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾ എക്സ്പെക്റ്റ് ആക്ച്വലി ആ ഒരു റേറ്റ് നമ്മൾ അവർ അലോ ചെയ്തിട്ടുള്ള 0.31 ആണ്. 0.31 ആണ്. കാരണം അത്രയെന്ന് പറയുന്നത് ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവരേക്ക് ആ ഒരു ഡിഫൻസ് അനുവദിച്ചിട്ടില്ല. ഹൈലൈൻ ഡിഫൻസാണ് അവരിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഗോളിക്ക് വേണ്ടത്ര പണി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ അർജൻറ്റീനയുടെ ഫോം വെച്ചിട്ട് നമ്മൾ കുറച്ച് കാണുന്നില്ല. മെസ്സി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാകും. സ്വാഭാവികം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ അതിൽ നമ്മൾ റിവ്യൂവിൽ നമുക്ക് പറയുന്നത് സംബന്ധിച്ചെങ്കിൽ നമ്മൾ ഉനൈ സിമോണിനെ കീഴടക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അവിടെ വിഷയം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പം ഈ രീതിയിൽ നമ്മളുള്ള ഒരു കൂടുതൽ രക്ഷപ്പെടുത്തലെന്ന് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മളൊരു ഉനൈ സിമോൺ ഒന്നുകൂടി ഷെയ്ക്കായിട്ട് കാണപ്പെടുന്ന ക്രോസുകളിലാണ്. അർജന്റീന ആ രീതിയിൽ കുറെ ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ഒരു ക്രോസുകൾ അല്ലെങ്കിൽ മെസ്സിയുടെ തരത്തിലുള്ള എങ്ങനെയുള്ള സെറ്റ് പീസ് സിറ്റുവേഷൻസിലൊക്കെ ഒരു പക്ഷേ നമ്മളൊന്നും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്പെയിൻ എന്ന് പറയുന്ന ടീമാണ്, അവർക്ക് അവിടേതുള്ള വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഫ്രാൻസിനായിട്ട് നമ്മൾ കണ്ടതാണ്. ഒറ്റ ഗോൾ പോരാ, അസിസ്റ്റ് വേണം. അസിസ്റ്റ് ഇപ്പൊ എംബാപ്പയ്ക്ക് കളിയിൽ അസിസ്റ്റ് ഉണ്ടാവും. 4 അസിസ്റ്റുകൾ ഉണ്ട് എംബാപ്പയ്ക്കുണ്ട്, മെസ്സിക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് 10 ഗോളും 4 അസിസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 ഗോളും ഒരു അസിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹാട്രിക് വേണം. ഓക്കെ, സ്പെയിനെതിരെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ സാധ്യതയിൽ എന്ന് പറയുന്നത് ഒരു ഗോളാണ് ഇപ്പോൾ നിലവിൽ ആകെ വഴങ്ങിയിട്ടുള്ളത്. ഗോള് വഴങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടീമുകളൊക്കെ കളിച്ച് വരുമ്പോൾ ഇപ്പോൾ ഗോളികളുടെ സേവ് കൊണ്ടാവാം അങ്ങനെയൊക്കെ. പക്ഷെ അതല്ല, നമ്മൾ ഇത് ഗോളിലേക്ക് അധികം അടുപ്പിക്കുന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന നമ്മളിപ്പോൾ ആകെ ഉനൈ സിമോണിലെ പെർഫോമൻസ് സാധാരണ കൂടുതലായിട്ട് കണ്ടത് എങ്ങനെയാണ്, ഇവിടെ ഔട്ടിങ് നമ്മൾ സ്വീപ്പർ കീപ്പർ എന്ന രീതിയിലുള്ള ഇറങ്ങി വന്നിട്ടുള്ള ക്ലിയറൻസും സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് മിസ് ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നു, മിസ് ജഡ്ജ്മെന്റ് എസ്പെഷ്യലി ഹൈ ബോളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ക്രോസുകളിൽ നിന്ന്, കോർണർ ക്രോസുകളിൽ നിന്നൊക്കെ ഇതിൽ ആ ഭാഗത്ത് ഒരു ഷെയ്ക്കിങ് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മെസ്സി എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് ഒന്നുകൂടി നമ്മൾ നല്ല സ്കാൻ ചെയ്യുന്ന പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനത്തെ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട്, തള്ളിക്കളയാൻ പറ്റും. എന്നാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്, എംബാപ്പയുടെ മഹത്വം നമ്മൾ എന്തായാലും പറഞ്ഞു. ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായിട്ടും ഇത് എംബാപ്പയ്ക്കുള്ള റെക്കോർഡ് തന്നെയാണ്. തൽക്കാലം ഈ വേൾഡ് കപ്പിൽ മെസ്സി ഗോൾഡൻ ബൂട്ടും ഈ റെക്കോർഡും കൊണ്ടുപോകുന്നു. ഗോൾഡൻ ബൂട്ട് നേടാനുള്ള സാധ്യത കുറവാണ്. കാരണം 2 ഗോളുകൾ, ഇപ്പോൾ ഒരു ഗോൾ അടിച്ചേക്കാം. കാരണം ഞാൻ പറയുമ്പോൾ മെസ്സി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മെസ്സി ഒരു നല്ല രീതിയിൽ ഒരു പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ അടിച്ചേക്കാം.
ഓക്കെ. അപ്പോൾ പക്ഷേ നമ്മൾ ഗോൾഡൻ ബൂട്ട് എന്ന് 2 ഗോളുകൾ വേണം, ഒരു അസിസ്റ്റും വേണം, അല്ലെങ്കിൽ ഹാട്രിക് വേണം. അസിസ്റ്റും ചിലപ്പോൾ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു അസിസ്റ്റ് ആവാം, ചിലപ്പോൾ ഒരു ഗോളും അസിസ്റ്റും ഒരേ സമയം വരുമെന്നും പറയാൻ പറ്റില്ല. സ്പെയിൻ്റെ നിലവിലുള്ള ടീമിൻ്റെ ഘടന അനുസരിച്ച് ഗെയിം പ്ലാൻ ഒക്കെ വെച്ചിട്ട് നമുക്കതിന് സാധ്യത കുറവാണ്. അപ്പോൾ ഗോൾഡൻ ബൂട്ടിനുള്ള സാധ്യത എനിക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗോളൊക്കെ അടിക്കുകയാണെങ്കിൽ രണ്ടുപേരും 22 ഗോളുകളുമായിട്ട് അങ്ങനെ റെക്കോർഡിൽ 4 വർഷത്തേക്ക് തുടരുകയും ചെയ്യും. എന്തായാലും എംബാപ്പയുടെ മഹത്വം ആർക്കും നിഷേധിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ലിയോ മെസ്സി ഇത്തവണ വേൾഡ് കപ്പ് കിരീടമായിരിക്കും ഗോൾഡൻ ബൂട്ടിനേക്കാൾ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ളൊരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. എന്തായാലും അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ മത്സരത്തിൻ്റെ പ്രിവ്യൂവായിട്ട് ഉടൻ കാണാം.